നമ്മൾ പോവാ ഹായ്, ഇത് ഞങ്ങൾ ഫസ്റ്റ് വ്ലോഗാണ്. ഞങ്ങളിത് ഊട്ടിക്കാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ആദ്യം കടയിൽ തന്നെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പൊറോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിച്ചു. ലക്കിമോനാണെങ്കിൽ രാവിലെ തന്നെ ജ്യൂസ് മതി എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഏട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് കഴിപ്പിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടിയുള്ളൂ കേട്ടോ തമിഴ്നാട് ബോർഡറിലേക്ക്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഊട്ടിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇറങ്ങി ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്ക് തന്നെ ലക്കിമ്പോൾ നല്ല ഉറക്കമായി. രാവിലെ കുറച്ച് നേരത്തെ എണീപ്പിച്ചുകൊണ്ട് എൻ്റെ കൊണ്ടിലേക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ തമിഴ്നാട് ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള റോഡുകളൊക്കെ നല്ല അടിപൊളിയാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല കുറേ മരങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് ചായപ്പൊടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നല്ലൊരു സ്ഥലം കണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്നു കേട്ടോ. ബൈക്കിലായതുകൊണ്ട് അധികം നേരം നിർത്താണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ബാക്ക് പെയിനാണ്. അപ്പോഴത്തേക്ക് ലക്കിക്കുട്ടൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൻ എണീച്ചായിരുന്നു. അങ്ങനെ അവനെ കുറച്ച് ഇറക്കി അവിടെ നിർത്തി കുറച്ച് കളിപ്പിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. റോഡ് സൈഡിലായിട്ട് ഇന്ന് പനന്നൊങ്ക് വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വയനാട്ടിൽ ഇതിന് നൊങ്ക് എന്നാണ് പറയുക. നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ കുറേ കാലം ഇത് കഴിച്ചിട്ട്, അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളവിടെ വണ്ടി നിർത്തി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കരിക്കിന് 50 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 2 കരിക്ക് വാങ്ങി. അങ്ങനെ ഞങ്ങളത് കവറിലാക്കി വാങ്ങി. ലക്കിയാണെങ്കിൽ അവിടുത്തെ ചേട്ടന്മാരായിട്ട് മുന്നേ കണ്ട് പരിചയമുള്ള പോലെ നല്ല വർത്താനായിരുന്നു. ലക്കിന് എന്താ അറിയില്ല, ചേട്ടന് നല്ല ഇഷ്ടമായി. ഞങ്ങൾ വാങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ലക്കിക്ക് ഒരു നൊങ്ക ചേട്ടൻ വെട്ടി കൊടുത്തായിരുന്നു. ഇഷ്ടമായിട്ടോ എങ്ങനെയുണ്ട് എന്താ പറയണ്ടിലേക്ക് കഴിച്ചു. എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ നൊങ്കൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ഗൂഡല്ലൂർ ടൗണിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മുതുമല ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ടൈഗർ റിസർവിലൂടെയുള്ള ബസ് സഫാരിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അവിടെയാണെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് സഫാരി തുടങ്ങി.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഫോണിൽ ചാർജ് കുറവായിരുന്നു. അങ്ങനെ കുറച്ച് ചാർജൊക്കെ ചെയ്ത് പിന്നെ അവിടെ കുറച്ച് റേഞ്ചുള്ള സ്ഥലമായിട്ട് ഞങ്ങളൊന്ന് വീട്ടിലേക്കൊക്കെ വിളിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ഏകദേശം 26 കിലോമീറ്റർ ഉണ്ട് ഊട്ടിക്ക് എന്നാണ്. നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിയിരുന്നു. പെട്ടെന്നുള്ള ട്രിപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ നടുക്കായതുകൊണ്ട് തന്നെ ലക്കിക്ക് അധികം തണുപ്പൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞങ്ങൾ ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ലക്കിമോൻ ഇവിടെ നിന്നൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഊട്ടിയുടെ ചുറ്റുവട്ടത്ത് എവിടെ നോക്കിയാലും കാണാം ഇതുപോലത്തെ വഴിയോര കച്ചവടക്കാരെ. ഇവരുടെ പ്രധാന ഉപജീവന മാർഗം തന്നെ കൃഷിയും ടൂറിസവുമാണ്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി. നേരം വൈകിയോണ്ട് തന്നെ ആദ്യം റൂം എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ ഫുള്ളായിരുന്നു, റൂമൊന്നും ഒഴിവില്ലായിരുന്നു. അവിടെ അടുത്തായിട്ട് അങ്ങനെ വേറെ റൂമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ തണുത്തിട്ട് രക്ഷയില്ല, എങ്ങനെയെങ്കിലും ഒരു റൂം കിട്ടിയാൽ മതി എന്നായി. ലക്കിയാണ് അപ്പോഴേക്കും നല്ല വാശിയും തുടങ്ങി. ബൈക്കിലായതുകൊണ്ട് തന്നെ ഉറക്കം ശരിയായിട്ട് കരച്ചിലും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ അടുത്ത റൂം തപ്പി ഇറങ്ങി. അപ്പോൾ ക്യാഷൊക്കെ തീർന്നിരുന്നു കയ്യത്ത്. അങ്ങനെ ഞങ്ങൾ ATM പോയി ക്യാഷൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഊട്ടി മൈസൂർ റോഡിലുള്ള പ്രിൻസ് ഹോളിഡേയ്സിലൊരു റൂം എടുത്തു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. ഇതൊരു കപ്പിൾ റൂമാണ്. നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല റൂമാണ്. ഫാമിലിക്കൊക്കെ പറ്റിയ അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമൊക്കെ തന്നെയാണ്. ഇതിനൊരു 1 ഡേ ചാർജ് ചെയ്യുന്നത് 1600 രൂപയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അവൾ പോയി വന്നിട്ട് കാണാം.
അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെയുള്ള പുതിയതായിട്ട് തുടങ്ങിയ മലയാളീസിൻ്റെ മലബാർ റെസ്റ്റോറൻറ്റിലാണ് പോയത്. Gak buak. Apa ini? Kayaknya buak. ഞാൻ തെക്കി കുറച്ച് കളിക്കട്ടെ. അയ്യോ ഹായ്. ഫുഡ് കഴിച്ചു പറ. നാളെ കാണാൻ പറ. വാ. ഹായ്, അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് തിരികെ ഞങ്ങൾ മുമ്പിലെത്തി. ഊട്ടി പുറത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. രാത്രി ഞങ്ങൾ എന്താണെന്നറിയില്ല, ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ വെക്കുമ്പോൾ ഫുൾ ഹാപ്പിയാണ്. ആള് കളിക്കുന്നുണ്ടോ? തുള്ളി തുള്ളി കളിക്കും കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കും കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കും കുഞ്ഞിപ്പുഴു.